ഇതുവരെ നമ്മുടെ രാജ്യം കാണാത്ത തരത്തിലുള്ള പോർവിളികളാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനത്ത് ഇന്ന് അരങ്ങേറിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായും തൃണമൂൽ കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജിയുടെ നേതൃത്വത്തിലുള്ള 10-അംഗ ഉന്നതതല സംഘം ഏതാണ്ട് 2.5 മണിക്കൂർ നീണ്ട ചർച്ചയാണ് നടന്നത്. ചർച്ചയ്ക്ക് ശേഷം പുറത്തു വന്ന അഭിഷേക് ബാനർജി ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിച്ചത്. ബംഗാളിലെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒരു സുപ്രഭാതത്തിൽ 58 ലക്ഷം പേരെ നീക്കം ചെയ്യാൻ കമ്മീഷൻ നീക്കം നടത്തുന്നുവെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. നീക്കം ചെയ്യപ്പെട്ട 58 ലക്ഷം പേരിൽ എത്ര പേർ വിദേശികളാണെന്ന് പട്ടിക സഹിതം പുറത്തുവിടാൻ കമ്മീഷന് ധൈര്യമുണ്ടോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മൂർച്ചയേറിയ ചോദ്യം. എന്നാൽ ഈ ആരോപണത്തെ എതിർത്തില്ല എന്ന് മാത്രമല്ല, ഇതിന് മറുപടി നൽകാൻ കഴിയാതെ കമ്മീഷൻ പരങ്ങുകയായിരുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ കണ്ടെത്താൻ കമ്മീഷൻ ഉപയോഗിക്കുന്ന മൊബൈൽ ആപ്പുകളിൽ വലിയ തോതിൽ തിരിമറി നടക്കുന്നുണ്ടെന്നും അദ്ദേഹം ആരോപിക്കുന്നു. രേഖകൾ പരിശോധിച്ച ഉദ്യോഗസ്ഥർ എല്ലാം കൃത്യമാണെന്ന് ആപ്പിൽ രേഖപ്പെടുത്തിയാലും വോട്ടർക്ക് ഹിയറിംഗ് ഹാജരാകാനുള്ള നോട്ടീസ് ഓട്ടോമാറ്റിക്കായി ലഭിക്കുന്ന വിചിത്രമായ സാഹചര്യമാണുള്ളത്. ഇത് മനഃപൂർവ്വം വോട്ടർമാരെ ബുദ്ധിമുട്ടിക്കാനാണെന്ന് തൃണമൂൽ കോൺഗ്രസ് ആരോപിക്കുന്നു. മുതിർന്ന പൗരന്മാരോടും രോഗികളോടും കമ്മീഷൻ കാണിക്കുന്ന ക്രൂരതയും അദ്ദേഹം തുറന്നുകാട്ടി. 85 വയസ്സിന് മുകളിലുള്ളവർക്ക് നൽകുന്ന ഇളവുകൾ 60 വയസ്സിന് മുകളിലുള്ളവർക്കും നൽകണമെന്ന ആവശ്യം കമ്മീഷൻ തള്ളിക്കളഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇരട്ടത്താപ്പ് വ്യക്തമാക്കുന്ന കൃത്യമായ കണക്കുകളും അഭിഷേക് ബാനർജി മാധ്യമങ്ങൾക്ക് മുന്നിൽ നിരത്തി. സത്യത്തിൽ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ വോട്ടർ പട്ടിക പരിഷ്കരണം നടക്കുമ്പോൾ ബംഗാളിനെ മാത്രം ലക്ഷ്യം വയ്ക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. BJP ഭരിക്കുന്ന ഗുജറാത്തിൽ 10% വോട്ടർമാരെ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയപ്പോഴും തമിഴ്നാട്ടിൽ 12%-ലധികം പേരെ നീക്കം ചെയ്തപ്പോഴും അവിടെ ഒന്നും കാണാത്ത തരം പ്രത്യേക നിരീക്ഷകരെയും മൈക്രോ ഒബ്സർവർമാരെയും ബംഗാളിലേക്ക് മാത്രം അയക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് അദ്ദേഹം ആരോപിച്ചു. ബംഗാളിൽ വെറും 5.5% പേരെ മാത്രമാണ് ഒഴിവാക്കിയിട്ടുള്ളത്. എന്നിട്ടും ബംഗാളിനെ മാത്രം വേട്ടയാടാൻ കമ്മീഷൻ പ്രത്യേക താല്പര്യം കാണിക്കുന്നുവെന്ന് അദ്ദേഹം തുറന്നടിച്ചു. മറ്റൊരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ കമ്മീഷന്റെ പ്രവർത്തന രീതിയെക്കുറിച്ചായിരുന്നു. ഭരണഘടനാ സ്ഥാപനങ്ങൾ ഔദ്യോഗിക സർക്കുലറിലൂടെയും നോട്ടിഫിക്കേഷനിലൂടെയുമാണ് ഉത്തരവുകൾ ഇറക്കേണ്ടത്. എന്നാൽ ഇപ്പോൾ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണം നടത്തുന്നത് വാട്സ്ആപ്പ് സന്ദേശങ്ങളിലൂടെയാണെന്ന് അഭിഷേക് ബാനർജി ആരോപിക്കുന്നു. കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന് ഭയന്നാണ് ഔദ്യോഗിക ഉത്തരവുകൾ നൽകാതെ വാട്സ്ആപ്പ് വഴി നിയമവിരുദ്ധ നിർദ്ദേശങ്ങൾ ഉദ്യോഗസ്ഥർക്ക് കൈമാറുന്നത്. വോട്ടർ പട്ടികയിലെ മാറ്റങ്ങൾ പരിശോധിക്കാൻ നിയോഗിക്കപ്പെട്ട BLOമാരെ ഹിയറിംഗ് നടക്കുന്ന സ്ഥലങ്ങളിൽ പ്രവേശിപ്പിക്കില്ല എന്ന കമ്മീഷന്റെ വാക്കാലുള്ള നിർദ്ദേശത്തെ അദ്ദേഹം ശക്തമായി ചോദ്യം ചെയ്തു. വോട്ടെടുപ്പ് ദിവസം ബൂത്തിലിരിക്കാൻ അനുവാദമുള്ള രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ വോട്ടർ പട്ടിക പരിശോധനയിൽ നിന്നും എന്തിനാണ് മാറ്റി നിർത്തുന്നതെന്ന ചോദ്യത്തിനും കമ്മീഷന് ഉത്തരവുണ്ടായിരുന്നില്ല.